കോഴിക്കോട് വടകരയിൽ തനിച്ച് താമസിക്കുകയായിരുന്ന വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചീനമേട് സ്വദേശി സുരേഷാണ് മരിച്ചത്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ആകാശ് തടത്തിൽ ചേരുന്നുണ്ട്. ആകാശ്, എപ്പോഴായിരുന്നു ഈ സംഭവം? ഇതിൽ മരണത്തിൽ അസ്വാഭാവികത സംശയിക്കുന്നുണ്ടോ പോലീസ്? സോന, ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ മരണവിവരം പുറത്തറിയുന്നത്. ഇന്ന് രാവിലെയോടുകൂടി സമീപവാസികൾ ദുർഗന്ധം വമിച്ച സാഹചര്യത്തിൽ ഈ ക്വാർട്ടേഴ്സിലെ റൂമിൽ കയറി പരിശോധന നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിലത്ത് മരിച്ചു കിടക്കുന്ന രീതിയിലാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഇദ്ദേഹത്തെ പുറത്ത് കണ്ടിരുന്നു. എന്നാൽ രാത്രിക്ക് ശേഷമാണ് ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കാണാത്ത സാഹചര്യം ഉണ്ടായത്. അതിനാൽ തന്നെ ഞായറാഴ്ച രാത്രിയോടെയായിരിക്കും ഈ മരണം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിന്നംവീട് സ്വദേശിയായിട്ടുള്ള സുരേഷാണ് മരിച്ചിരിക്കുന്നത്. ഏറെ നാളം പ്രവാസിയായിരുന്നു. അതിനുശേഷം നാട്ടിലെത്തി പൊതുരംഗത്തും കോൺഗ്രസിലും ഉൾപ്പെടെ പ്രവർത്തിക്കുകയായിരുന്നു. വലിയ രീതിയിൽ തന്നെ ആളുകളുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. തനിച്ചായിരുന്നു താമസം, മറ്റാരുമില്ലായിരുന്നു. ഈ സംഭവം നടക്കുന്ന ദിവസങ്ങളിലും ക്വാർട്ടേഴ്സിലുള്ള താമസക്കാർ അവിടെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഞായറാഴ്ച രാവിലെ ഇദ്ദേഹത്തെ വീണ്ടും ക്വാർട്ടേഴ്സിന് പുറത്ത് കണ്ടിരുന്നു. അതിനുശേഷം രാത്രിയോട് കൂടിയായിരിക്കും ഈ മരണം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടകരയിൽ നിന്നുള്ള പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കും. ഇതിൽ നിലവിൽ കേസെടുത്തിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഏത് രീതിയിലാണ് മരണം എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ലാത്തതിനാൽ തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തും. തനിച്ച് താമസിക്കുന്നതിന് മറ്റു പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് സമീപവാസികൾക്കും അറിയില്ല. ഏതായാലും ഇതുമായുള്ള ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടിക്കും കൂടാതെ ഇൻക്വസ്റ്റിനും ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക. സോന. ശരി ആകാശ്.